ഇന്നത്തെ റെസിപ്പി മാംഗോ ഡാൽഗോണ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഡ്രിങ്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഷുഗർ ചേർക്കുമ്പോൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സ്റ്റിഫായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ്, ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂവും പിന്നെ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസും അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.